ഇന്ന് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാശ്മീരി റെഡ് ചില്ലിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിച്ചതും കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും അതേപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ തന്നെ 1 ടീസ്പൂൺ എടുത്ത് നമ്മുടെ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും നല്ലോണം ഒന്ന് സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കൂടെ തന്നെ ഒരു സോസിൻ്റെ മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, അതേപോലെ തന്നെ ടൊമാറ്റോ സോസും വിനാഗിരിയും കാശ്മീരി റെഡ് ചില്ലിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ശരിക്കും ഒന്നിങ്ങ് മിക്സ് ചെയ്ത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലുള്ള മിക്സിങ്ങും അതേപോലെ തന്നെ കട്ടിങ്ങും ഒക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്ക് ചിക്കൻ ഇട്ട് 2 വശം ഒന്ന് മുരിയിച്ച് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. നമ്മുടെ ക്യാപ്സിക്കവും അതേപോലെ തന്നെ സവാളയും ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും കൂടി ചേർത്ത് പതുക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ സോസിൻ്റെ മിക്സും കൂടി ചേർത്ത് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല ചൂടോടുകൂടി ഫ്രൈഡ് റൈസിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ.